Sarees and Lulu Gold Patrumal International. അടുത്തതായി എത്തുന്നു ശ്രീ ആദിൽ അത്തു നയിക്കുന്ന കാസർഗോഡ് ടീം. വെൽക്കം കാസർഗോഡ് ടീമിൽ എല്ലാവർക്കും വെൽക്കം. നിങ്ങൾ യൂണിഫോമിലൊക്കെ ആണല്ലോ. രണ്ട് സിംഗേഴ്സ് അല്ലേ സെക്കൻഡ് റൗണ്ടില് ഉള്ളൂ കാസർഗോഡ് നിന്ന്? ഇവർ രണ്ടുപേരും ഇത് റഫീഖിന്റെ സ്നേഹിതനാണ്, എന്റെ സ്നേഹിതനാണ് ആരിഫ് ഷാജി. ഓക്കെ, വെൽക്കം. പട്രുമാൽ വന്നതിൽ സന്തോഷമുണ്ട്, സ്വാഗതം. ഞങ്ങളുടെ ഒരു കവാലി സോങ് ആണ് ഇത്. അശോക് കാസർഗോഡ് രചിച്ചതാണ്. ഇത് പാടിയിട്ടുള്ളത് ഞാനും നിഷാദുമാണ് പാടിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ പാടിയ സോങ് ആണ്, അപ്പം നിങ്ങൾക്കത് ഇവിടെ പാടി ഫലിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെയാണ് അതിന്. സോ ഓൾ ദി ബെസ്റ്റ്, നന്നായി പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീമ ടീം റേറ്റിംഗിൽ ഈ മാർക്ക് ഇൻക്ലൂഡ് ചെയ്യും. സോ നന്നായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഒരു പെണ്ണ് കൊണ്ട് നന്നാവണം, ആ പെണ്ണിനാലെ മുന്നേറണം. ഒരു പെണ്ണ് കൊണ്ട് നന്നാവണം, ആ പെണ്ണിനാലെ മുന്നേറണം. പെണ്ണെന്ന സുന്ദരിയാരവൾ, ആഭരണ പുഞ്ചിരി എന്തവൾ അറിയില്ല സോദരാ. പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ. ഒരു പെണ്ണ് കൊണ്ട് നന്നാവണം, ആ പെണ്ണിനാലെ മുന്നേറണം. പെണ്ണെന്ന സുന്ദരിയാരവൾ, ആഭരണ പുഞ്ചിരി എന്തവൾ അറിയില്ല സോദരാ. പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ. പെണ്ണ് രാഗം, പെണ്ണ് താളം, പെണ്ണ് പ്രണയം കൽവില്. പെണ്ണ് വേഷം കൊതിച്ചു പോയാൽ നിന്റെ നാശം സ്നേഹിത. പെണ്ണ് രാഗം, പെണ്ണ് താളം, പെണ്ണ് പ്രണയം കൽവില്. പെണ്ണ് വേഷം കൊതിച്ചു പോയാൽ നിന്റെ നാശം സ്നേഹിത. പെണ്ണാണ് ഉമ്മയും ഭാര്യയും, അവളാണ് പെങ്ങളും മക്കളും. നേരാണ് എങ്കിലും ഓർക്കണം, അടുക്കുമ്പം പെണ്ണിനെ അറിയണം. പെണ്ണാണ് വീട്ടിലെ പൊൻകണി, പെണ്ണിന്റെ നാവിലായേശനെ. എന്താണ് സോദരാ പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ. ഒരു പെണ്ണ് കൊണ്ട് നന്നാവണം, ആ പെണ്ണിനാലെ മുന്നേറണം. പെണ്ണെന്ന സുന്ദരിയാരവൾ, ആഭരണ പുഞ്ചിരി എന്തവൾ അറിയില്ല സോദരാ. പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ. പെണ്ണെ നിമായമോ, മന്ത്രമോ മായമോ. ആഹാ 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 ആഹാ.
സ്നേഹമൂട്ടാൻ കൽബ് കാണാൻ പെണ്ണ് വേണം കൂട്ടിന്. അകമറിഞ്ഞാൽ സ്നേഹിതാ നീ പോയിടും നിൻ പാട്ടിന്. ആ സ്നേഹമൂട്ടാൻ കൽബ് കാണാൻ പെണ്ണ് വേണം കൂട്ടിന്. അകമറിഞ്ഞാൽ സ്നേഹിതാ നീ പോയിടും നിൻ പാട്ടിന്. പെണ്ണെന്ന വാക്കിലാ ദേവിയും ഉമ്മാന്റെ കാലടി സ്വർഗവും. പെണ്ണിന്റെ വാക്കുകൾ ദോഷവും അതു കേട്ടുവെങ്കിലോ നാശവും. പെണ്ണെന്ന പാരിലെ നന്മയും പെണ്ണാണ് ഭൂവിലെ തിന്മയും. അറിയില്ല സോദരാ പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ. ഒരു പെണ്ണ് കൊണ്ട് നന്നാവണം, ആ പെണ്ണിനാലെ മുന്നേറണം. പെണ്ണെന്ന സുന്ദരി ആരവൾ, ആവർണ പുഞ്ചിരി എന്തവൾ. അറിയില്ല സോദരാ പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ, പെണ്ണെ നിമായമോ. ഒരു പെണ്ണ് കൊണ്ട് നന്നാവണം, ആ പെണ്ണിനാലെ മുന്നേറണം. പെണ്ണെന്ന സുന്ദരി ആരവൾ, ആവർണ പുഞ്ചിരി എന്തവൾ. അറിയില്ല സോദരാ പെണ്ണെ നിമായമോ, 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 പെണ്ണെ നിമായമോ. അല്ല നിങ്ങൾ എന്താ പാടിയ ഇവിടെ? ഞാൻ പറയുന്നു അല്ല ആദിൽക്കനെ ഞാൻ ശ്രദ്ധിച്ചു, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പറഞ്ഞത്, ആ. ഇവിടെ നിഷാദിന്റെ എന്തൊക്കെയാ പറഞ്ഞേ? ഏഷണി, മായം, പിന്നെ എന്താണ് നാശം. അതെ, അറിഞ്ഞ പെണ്ണിന്റെ അതിന് നാശം. സമയം എടുക്കുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഓഫീസുകളിലൊക്കെ ഇരുന്ന് പറയുന്നത് ഈ ആണുങ്ങൾ തന്നെയാ. രഹനത്ത, നമുക്ക് ഇവർക്കെതിരായിട്ടൊരു പാട്ടുണ്ടാക്കണോ? എതിരെ നമുക്ക് പാട്ട് ഉണ്ടാക്കാം, ആ. അത് ഉറപ്പായിട്ടും വേണം. പക്ഷെ നിഷാദിന്റെ അനുഭവമായിരിക്കും നിഷാദ പറയുന്നത്. നമുക്ക് ഏതായാലും ഹംസക്കാനോട് ഇതിനെ പറ്റി ഒന്ന് ചോദിക്കാം. Yes, നന്നായിട്ട് ഹംസക്ക. ശരിയുണ്ട് തെറ്റുണ്ട്. ആ. ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. കുടുങ്ങിയ തന്നെ പെണ്ണെന്ന തീക്കൊള്ളി തൊട്ടവരാരും പൊള്ളാതെ വീട്ടിൽ കടന്നിട്ടില്ല. ഓ രന്ത, പക്ഷെ ഒന്നുണ്ട്, ഈ പാട്ടില് പറഞ്ഞു നമ്മളെല്ലാരും സുന്ദരികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അല്ല, അത് ഇടയ്ക്ക് എന്നെ നോക്കി അത് അത് കാരണം ഓക്കെ സമ്മതിച്ചു. ഈ പാട്ട് നമ്മൾ പാസ്സാക്കിയിരിക്കുന്നു അല്ലേ? അതെ. രേനത്ത, ഇവർക്ക് സൗന്ദര്യം ഉള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല, ഇല്ലാത്തവരെല്ലാം നോക്കണ്ടോ? എന്താണ്? അപ്പൊ നിങ്ങളുടെ മാർക്ക് അറിയണം. പാട്ട് എന്നാലും വളരെ ഗംഭീരമായിരുന്നു. നിങ്ങളുടെ ആ മൂഡ് ക്രിയേറ്റ് ചെയ്തതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. പാട്ടിന്റെ ലിറിക്സ് മാത്രം അത്ര പിടിച്ചു, പ്രത്യേകിച്ച് നിഷാദിന്റെ ലിറിക്സ് മാത്രം ഞങ്ങൾക്ക് പിടിച്ചില്ല. അത്തുക്ക ഓക്കെ, അത്തുക്കയുടെ ലിറിക്സ് എല്ലാം ബെസ്റ്റ്, നല്ല നല്ല ലിറിക്സ് ആയിരുന്നു. എന്നാലും നമുക്ക് മാർക്ക് ചോദിക്കാം. രഹനത്ത, മാർക്ക് പറയാം അല്ലെ? യെസ്. പെർഫോമൻസ് നന്നായിരുന്നു, നന്നായിട്ട് പാടി. അവർ എൻജോയ് ചെയ്ത് പാടിയിട്ടുണ്ടായിരുന്നു. 48 മാർക്ക്. 48. താങ്ക് യു രഹനത്ത. ഹംസക്ക, പാട്ടിനാണ് മാർക്ക്, അല്ല വിഷയത്തിനല്ല. വിഷയത്തിന് ഹംസക്ക ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. 35 മാർക്ക്. 83 മാർക്സ് ആണ് കാസർഗോഡ് ടീമിന് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് റൗണ്ടിൽ വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്ക് ആയിരിക്കും 83 ഇൻട്രൊഡക്ഷൻ സോങ്ങിന് കിട്ടുന്നത്. കീപ് ഇറ്റ് അപ്പ്, നന്നായിട്ട് വരട്ടെ. ഭീമ ടീം റേറ്റിംഗിൽ നിങ്ങളുടെ പോയിന്റ് നില കുതിച്ചുയരട്ടെ. ഈ മാർക്ക് മാത്രമല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ മാർക്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. സോ നന്നായിട്ട് പാടുക. ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ആരിഫാണ്. ഓ അത് ശരി. ഓ കൊറിയോഗ്രാഫറാണ്. യെസ്, നന്നായിട്ട് ചെയ്തിരുന്നു. ശരിക്കും ഒരു വിഷ്വൽ ജോയ് ആയിരുന്നു ഇത് കാണാനായിട്ട്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, പാട്ടൊക്കെ എൻജോയ് ചെയ്തു. കാസർഗോഡിന്റെ പെർഫോമൻസ് ഇനിയും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.